ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ SIT. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്തേക്കും. പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചു വരികയാണ്. ജിബിൻ JB തന്നെയാണ് ഈ വിവരങ്ങൾ കൂടി നമുക്ക് നൽകുന്നത്. ജിബിൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി വേണം. അപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് എങ്ങനെയായിരിക്കും ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ SIT നീക്കാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം തന്നെ ഈ മെനഞ്ഞാന്നുണ്ടായ റെയ്ഡിൽ പല രേഖകളൊക്കെ പിടിച്ചെടുത്തു. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ പരിശോധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ അത് SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇനി കൃത്യത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ്. എത്രത്തോളം നിർണായകമാണ്? അന്വേഷണ നടപടികൾ എങ്ങനെ പോകുന്നു? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന മുൻ MLAയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇന്ന് SIT സമർപ്പിക്കും. എത്രയും വേഗം തന്നെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധന ഏകദേശം 12 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയിൽ നിർണായക രേഖകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖയും വിദേശയാത്രയുടെ രേഖകളും അടക്കം കണ്ടെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം തന്നെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ട നീക്കവുമായി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. പത്മകുമാറിനെ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം രണ്ടുപേരെയും കൂടി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് ഇനി ഉള്ള കേസിന്റെ മുന്നോട്ട് പോക്കിൽ. കാരണം ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഒന്നിച്ച് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിർണായക സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് പത്മകുമാർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആര് വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത്രയും വലിയ സ്വാധീനം എങ്ങനെയാണ് ശബരിമലയിൽ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശദമായി അറിയേണ്ടതുണ്ട്. അതിന് അത്തരം കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പത്മകുമാറിനെ കൂടുതലായി ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ജീവൻ. അപ്പോൾ കേസിൽ നിർണായകമായ നടപടികളിലേക്കാണ്, പ്രത്യേകിച്ച് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ SIT കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നമ്മൾ പറഞ്ഞതാണ്, നിർണായകമായ തെളിവുകൾ അത് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രധാനമാണ്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.